ഹലോ ഗൈസ്, ഇന്നൊരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിങ് കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം അവിടെ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ ഒക്കെ പൊളിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന വേറൊരു സഹോദരനെ ഞാൻ കണ്ടായിരുന്നു. ആ സഹോദരനെ കണ്ടപ്പം അവിടെ ചെന്നിരുന്നപ്പോൾ മുതൽ ആൾ ഭയങ്കര ടെൻസ്ഡാണ്, നേരത്തെ നോക്കിയിരിക്കുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ പതുക്കെ ആളുമായിട്ട് സംസാരിച്ച് വന്ന സമയത്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആളൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡാണ്, ഡെസ്പാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഭയങ്കര ഭീകരമായ ടാർഗറ്റാണ് ബ്രോ, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കയറാമെന്ന് വെച്ചത്. ഇവിടെയും ടാർഗറ്റ് കാണും, പക്ഷേ എന്നിരുന്നാലും പറ്റുന്നില്ല ബ്രോ എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ട് തോന്നി. ആളുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി, ഭയങ്കരമായിട്ട് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ആൾ പറഞ്ഞത് ഒരു മാസം ഒരാൾ ഇൻഡിവിജ്വലി ആണ്ട് 25 ലക്ഷം രൂപ എങ്ങാണ്ട് ആ ഒരു ഫിനാൻസ് കമ്പനിക്ക് സെറ്റാക്കി കൊടുക്കണം. അപ്പം ടാർഗറ്റ് അതാ. മാക്സിമം പോയി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു 4-5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ആ റേഞ്ചാന്ന് പറഞ്ഞത്. ഇത് ബാങ്കോ കാര്യമൊന്നും അല്ല, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഫിനാൻസ് കമ്പനിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ 10-20 രൂപയ്ക്ക് വേണ്ടി ആൾ വർക്ക് ചെയ്യുമ്പം ആളെ കൊണ്ട് ഇത്രയും വലിയ ചുമടെടുപ്പിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ പറഞ്ഞ പുള്ളിയോട് പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോകും, നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വേറെ വരുമെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ സംസാരിച്ച് കുറച്ച് കൂളായി. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞാൻ കയറിയതിന് ശേഷം അദ്ദേഹം കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കോൺഫിഡൻസ് ഒക്കെ ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാൻ വന്ന കാര്യം, ഇത്രയും വലിയ പ്രഷർ അനുഭവിച്ചോട് ആ പുള്ളിക്കാരൻ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഇവിടുത്തെ യുവാക്കളൊക്കെ ഒരുപാട് പ്രഷർ അനുഭവിച്ച് ഈ പറയുന്ന ചെറുപ്രായത്തിലൊക്കെ ആൾക്കാർ തട്ടിപ്പോകുന്ന കുറേ കേസുകളുണ്ട്, മരിച്ചു പോകുന്ന കേസുകൾ നമുക്കറിയാം. ഈ 10-40 വയസ്സ് മാക്സിമം അല്ല 45 വയസ്സുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ 26-27 വയസ്സുള്ളവരൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു പറയുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ബേസിക്കലി മനസ്സിലാക്കുന്നത് മനസ്സിന് സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ പ്രഷർ വന്ന്, അതായത് അത്രയും മെൻ്റലി പ്രഷർ ഉണ്ടായിട്ട് അവസാനം അറ്റാക്ക് വരുന്നതാണ്. ശരീരത്തിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറം പ്രഷർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അപ്പം അവർ തളർന്നു പോയി അവസാനം അങ്ങനെ മരിച്ചു പോകുന്നതാണ്. അവർക്ക് പറയുന്ന പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള മനുഷ്യരൊക്കെയാണ്. അപ്പം ഇതുപോലെയുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്ത് പ്രഷറുമായിട്ട് നടന്ന അവസാനം അധികം ആയുസില്ലാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാൻ ആ പുള്ളിയോട് സംസാരിച്ച് പറയാം, ബ്രോ എനിക്ക് ആകെ 30 വയസ്സേ ഉള്ളൂ, പക്ഷേ എൻ്റെ ജീവിതം പോകുന്നത് 50 വയസ്സുകാരൻ്റെ ജീവിതം പോലെ. ഞാനിങ്ങനെ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പുള്ളിക്ക് ആവശ്യത്തിനുള്ള കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു. ബ്രോ അത് പറ്റുന്നില്ലെങ്കിൽ വിറ്റിട്ട് പോകും, വേറെ എവിടെയെങ്കിലും കിട്ടും, നമുക്ക് ജീവിക്കാനുള്ളത് എവിടെയെങ്കിലും നമുക്ക് കിട്ടും, വാകേറിയ ദൈവം ഇരയെ ഭക്ഷിക്കാൻ തരുമെന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആളെ ഞാൻ ഇന്നൊരു ദിവസം കണ്ടു, സംസാരിച്ചെന്നേ ഉള്ളൂ. നാളെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് പുള്ളി വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ നാട്ടിലിങ്ങനെ എന്താ പറയുന്നത് ഒരുപാട് പ്രഷർ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളവരൊക്കെ നാട് വിടുന്നതെന്ന് തോന്നുന്നു. നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ എടുത്താൽ പൊങ്ങാത്ത ചുമടൊക്കെ എടുത്ത് തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ ജീവിക്കാനാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ താല്പര്യം. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവിടുന്ന് കൂടും കുടുക്കിയെടുത്ത് പറക്കുന്ന വെളിരാജ്യത്തിലേക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കമ്പനികൾ, ഏത് കമ്പനിയാണേലും വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ ഒരുമാതിരി കാളയായിട്ട് കാണരുത്. പുറകിൽ നിന്ന് ചാട്ടയിട്ട് അടിച്ച് ഓർഡറാന്ന് പറഞ്ഞ് പൊരുവേലത്തും അല്ലാത്ത സമയങ്ങളിൽ ഇട്ട് ഓടിക്കുന്ന പ്രവണത മാറ്റിയിട്ട് ഒരു വർക്കേഴ്സിന് അത്യാവശ്യം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നല്ല രീതിയിൽ ആ കമ്പനിക്ക് വേണ്ട അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കും. കാരണം വർക്കേഴ്സിന് മൈൻഡ് ഫ്രീ ആയാലേ ഉള്ളൂ അവർക്ക് ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. അവർ നന്നായിട്ട് അതിന് കമ്പനിക്ക് വേണ്ടി നല്ലപോലെ മരിച്ചു കിടന്ന് പണിയും ചെയ്യും. ഇപ്പം ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ കാണുന്നു വെച്ചാൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മരണപ്പെടുന്നതൊക്കെ കാണുന്നു. എന്താ കാരണം? അറ്റാക്ക് കാര്യങ്ങൾ. എല്ലാവരും പറയും കോവിഡിൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടൊക്കെ എന്താ പറയുക വാക്സിൻ എടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാന്ന് പറയും. അതും അതിൻ്റെ അകത്തൊരു കാരണമായിരിക്കും, ഘടകമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മനപ്രയാസം വന്ന് സമ്മർദ്ദം അനുഭവിച്ച് മരിച്ചു പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. അല്ലെങ്കിൽ മെൻ്റലി ഇത്രയും ടോർച്ചർ അനുഭവിച്ചതിന്
ശേഷം മാനസികമായിട്ടുള്ള എന്തെങ്കിലും മാനസിക രോഗിയാകുന്ന കേസുകളും മെൻ്റലി ഡൗൺ ആകുന്ന കേസുകൾ, ഡിപ്രഷൻ അടിക്കുന്ന കേസുകളും ഒക്കെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ്. ഒരുപാട് സ്വപ്നങ്ങളും പേറി ജീവിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. പക്ഷേ അവരുടെ ജീവിതം അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ ഒരു സ്വപ്നങ്ങളിലെത്താതെ പകുതി വഴിക്ക് നിന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുപോലെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ്. ഈ മാനസിക സമ്മർദ്ദത്തെയൊക്കെ അതിജീവിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ എല്ലാ കമ്പനികളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. നല്ല രീതിയിൽ ഫ്രീഡം കൊടുക്കുന്ന കമ്പനികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വർക്കേഴ്സിന് അത്യാവശ്യം ഫ്രീഡം ഉള്ളത്, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ അതല്ലാത്ത ചില കമ്പനികളുണ്ട്. അവിടെ എന്താ പറയുന്നത്, ഒരു ജോലിക്ക് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്ന യുവാക്കൾ ഇതുപോലെ പ്രഷർ അടിച്ച് ചിലപ്പോൾ അവരുടെ കാരണവന്മാരോട് പറയത്തില്ലായിരിക്കും. കാരണം മക്കള് അപ്പനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് ഏതൊരു മക്കളാണെങ്കിലും. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്.